ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു സീക്രട്ട് പ്ലേസിലേക്കാണ്. ആ സീക്രട്ട് പ്ലേസ് എല്ലാവർക്കും അറിയില്ല. കാരണം അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെ റൂട്ടും കാര്യങ്ങളൊക്കെ. നമ്മൾ മാപ്പ് അനുസരിച്ചുള്ള പോണത്, മാപ്പ് റോങ് ആയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ബസ് ഡൊറോഡാണ്. അപ്പോൾ മാപ്പ് എന്ന് വെച്ചാൽ പാബ്ലോ എന്ന് പറഞ്ഞൊരു മാപ്പാണ്. ആ മാപ്പ് ഇവിടെ നോക്കണം. വെയിറ്റ് പാബ്ലോ ഇവിടെ ഈ ഗൈസ് നോക്കുക എവിടേക്കിലൊക്കെ കാണും. പാബ്ലോ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. നമുക്ക് കാണാത്ത കാര്യം ഗൈസ്. ഇവിടെ കണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം നമ്മളെ മാപ്പ് കാണിക്കണത് റൈറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ റൈറ്റ് പോകാതെ ലെഫ്റ്റ് എടുക്കുക. റൈറ്റ് പോകുന്ന ലെഫ്റ്റ് എടുക്കുക. എന്നിട്ട് അവിടുന്ന് നേരെ വരിക. നേരെ നിന്നാൽ മതി. മാപ്പ് അനുസരിച്ച് വരാക്കണ്ട, നേരെ വരാം. ഞാൻ പറയുന്ന വഴിയിൽ വരാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നത് അതുകൊണ്ട് നേരെ വരിക. അപ്പോൾ ലെഫ്റ്റിൽ റോഡ് കാണും, അങ്ങോട്ട് തിരണ്ട. പിന്നെ അവിടെ വേറെ റോഡുണ്ടാവും. 4 സൈഡുകളിൽ ഒന്ന് റൈറ്റിക്ക്, ഒന്ന് ലെഫ്റ്റിക്ക്, ഒന്ന് ഫ്രണ്ട്, പിന്നെ ബാക്ക്. ഇങ്ങനെ റോഡുണ്ടാവും. അത് റൈറ്റിക്ക് ലെഫ്റ്റ് പോകുന്നില്ല, നേരെ പോവാം. ഓക്കെ, നേരെ പോട്ടെ പോകുമ്പോൾ ഇങ്ങനെ ഇനി പറഞ്ഞ് റൈറ്റിക്ക്. ഇവിടുന്ന് നേരെ പോവുക. അപ്പം നമുക്ക് രണ്ട് ഉണ്ടാവും. അവിടുന്ന് ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് എടുത്താൽ നേരെ പോകരുത്, ഇവിടെ നിർത്തണം. ഇവിടുന്ന് നമുക്ക് റൈറ്റ് കട്ട് ചെയ്തിട്ട് കയറാണ്ട് വരും. ഇവിടെ വയ്യാണ് നമുക്ക് മനസ്സിലാവില്ല. ഇത് കയറി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവില്ല ഇത് വയ്യാണെന്ന്. അപ്പോൾ നമുക്ക് കയറാം. കാണിച്ചാൽ എന്താ പറയുക, കണ്ണനീസ് റൈറ്റ് അല്ലാണ്ട് ഒരു 8 കാണാം. നമുക്ക് ഫോട്ടോ എടുത്തേക്കാം. എന്നിട്ട് നേരെ പോവാം. നമ്മൾ ആ റോട്ടിലേക്ക് കയറുക. അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന നേരെ ഒരു മണ്ണ് ഉള്ളൊരു സ്ഥലം കാണും. ഒരു മണ്ണ് റോഡ് കയറും. മണ്ണിട്ട് ഡാറെന്നല്ലേ കയറും, മണ്ണ് കയറും. ആ റോട്ടിൽ നേരെ വരുമ്പോൾ ഇതേമാതിരി ഒരു സ്ഥലം, ആ റേസിങ്ങിൻ്റെ സ്ഥലമാണ്. എന്നിട്ട് അവിടെ നമ്മൾ ലെഫ്റ്റൊക്കെ എടുത്ത് കണ്ട് പോവുക. നേരെ പോട്ടെ പോകും. ഇവിടെ നിന്നുണ്ടാകുമ്പോൾ റേസ് ചെയ്യല് ഗൈസ്. ഇതേ കൂടെ കയറിയാൽ നിങ്ങൾ മൂഞ്ചു. ഞാനിട്ട് കയറി മൂഞ്ചിയത്. ഞാൻ ചോദിച്ചത് റോഡാണെന്നാ, പക്ഷെ അത് റോഡല്ലായിരുന്നു. 35 ഇവിടുന്ന് ചാടണം. ബസ്സിൽ പരിക്കേറ്റ് വെച്ചിട്ട് അവിടുത്തെ ചാടാതെ ബാക്കെടുത്ത് വന്നിങ്ങനെ. എൻ്റെ മാതിരി മൂഞ്ചാതെ കണ്ടാട്ടോ ഗൈസ്. ഞാൻ ബാക്കെടുത്ത് തൈന് പോലെ മൂഞ്ചി. അപ്പം തന്നെ വീഴാനുള്ളത്. അവിടെ നമ്മളിങ്ങനെ ബാക്കെടുത്ത് ഇങ്ങനെ വരിക. പക്ഷെ ഞാൻ ബാക്കടിച്ച് മൂഞ്ചിക്കണ്. ഇവിടെ ഞാൻ കോയിനാട് ഗൈസ്. ഇപ്പോൾ കോയിനാട് മൂഞ്ചി. കൊയിനാടി കുടുങ്ങിയടാ. നമുക്ക് ഒന്നുകൂടി പിന്നെ ഐറ്റങ്ങൾ ഒന്നും കൂടി വരാം. നമ്മളൊന്നും കൂടി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഇങ്ങനെ പോവാം. അപ്പോൾ ഇനി ഇവിടെ ഒരു സാധനം ഇപ്പോൾ തട്ടി പോകുന്നതാണ് കണ്ട. നമ്മൾ മേൽക്ക് വന്നു വേഗം കഴിച്ചിട്ട് വേണ്ടി സ്പൂൺ ഇട്ടോളി. ഇതൊരമ്മ, വലിയൊരു അമ്മാണ്. മറ്റേ വണ്ടിക്ക് പരിക്കൊക്കെ പറ്റും. അതിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ പോകുന്നത്. ഇവിടെ
ജമ്പിങ് ഉണ്ട്. കുടുങ്ങിയ നമ്മൾ ഒന്നും കൂടി വേണ്ടി വരും. കുടുങ്ങിയിട്ട് ഭാഗ്യത്തിന് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളച്ചാട്ടം കാണാം. അതൊക്കെ ഇവിടെ വെള്ളച്ചാട്ടം നിർത്തി കണ്ട് ഇറങ്ങി പോയേക്കാം. നിർത്തി ഇറങ്ങി പോയേക്കാം. സമയ രസം കാണാൻ ഒരു വളർന്നിരിക്കുന്ന പാറൻ്റെ നടുവ് വെള്ളം വരാം. സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ അടിച്ച് അപ്പോൾ ഷോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ബസ് കയറിയാണ്ട് മഴ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. നമുക്ക് ഇന്ന് ബസ് കയറിക്കാണ്ട് എന്താ പറയുക, ഈ മലയുടെ കയറാം. ഒരു ചെറിയ വയ്യ, ആ വയ്യിൽ നമുക്ക് കയറാം. അതിൻ്റെ അടുത്തൊരു വയ്യുണ്ട്, നോക്കിക്കൊണ്ട് ആ വയ്ക്കോടെ കയറാം. ഇത് രാത്രി ആയതുകൊണ്ട് നമുക്കെന്ത് വ്യക്തമല്ല കേട്ടോ, നമുക്ക് ക്ലിയർ അല്ല. എന്താ പറയുക, നമ്മളിന്ന് ആ റോട്ടിൽ നേരെ വരിക, നോക്കി കണ്ടൊക്കെ വരിക. അപ്പുറത്തൊരു കൊക്കമാതിരി സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ പൊളിഞ്ഞടിയാൽ കാര്യം പകുതി തീരും. നോക്കി കണ്ടൊന്ന് പോകുന്നെങ്കിൽ മൂഞ്ചു പാപ്പ. ഭയങ്കര റിസ്ക്കാണ് കളിയല്ലേ, പ്രത്യേകിച്ച് മഴയും ഇടിയും മിന്നലും. ഗൈസ് നോക്കി വരട്ടാ, ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കൊല്ലാടും. അതേമാതിരി നിങ്ങൾ കൊല്ലാൻ നിൽക്കണ്ട, നോക്കി കയറുക. ഇരുട്ടായതുകൊണ്ടാണ്, രാത്രി ആയതുകൊണ്ടാണ് ഒന്നും കാണില്ല, വലിയ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണത്. അപ്പോൾ നിങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെയും വന്നിക്കണേ ആ സ്ഥലം തന്നെയാണ് വന്ന് ഞാൻ താഴ്ത്തി വീണത്. അപ്പോൾ നമ്മൾ നോക്കി വരാം. ഇന്നേ വീക്കൂല, നമ്മൾ നോക്കി കണ്ടൊക്കെ പോകും. പിന്നെ തല്ലത്ത് കൂടെയൊക്കെ നമ്മൾ പോണത്. കാരണം മതി, ഇന്ന് വീകൂല ഫുൾ കോൺഫിഡൻസ് ആണ്. കൊട്ട പക്ഷെ അവിടെ ഇവിടെ തട്ടണ മുട്ടണൊക്കെ ഉണ്ട്, ഒന്നും വിഷയാക്കണ്ട. ഇനി മുന്നിൽ എടുത്ത് പോവാ. പോട്ടെ ചെറുതായിട്ട് ജസ്റ്റ് ഒരു തട്ടിക്കണ്, വേറൊന്നുമില്ല. ബാക്കെടുത്തിട്ടൊന്നുകൂടി ഫ്രണ്ട് എടുത്താണ് നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഞാൻ നോക്കുക, സൈഡിലുള്ള ആ വേലിമേലൊക്കെ ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് തട്ടാൻ കാണിച്ചിട്ടുണ്ട്. ബസ്സിന് പകുതി ഡാമേജ് അങ്ങനെയെങ്കിലും ആവും. നോക്കി കണ്ടൊക്കെ വേര് കിട്ടും. ഇവിടുന്ന് നമുക്കൊരു പ്രശ്നം പറ്റി. അവിടെ നമുക്കൊരു ചെറുതായിട്ടൊരു എറർ വന്നതാണ്, വേറെ പ്രശ്നമില്ല. ഇവിടെ നമ്മൾ ചാടണം കേട്ടോ. നമ്മൾ കുറച്ച് ബാക്ക് പോവുക. അവിടെ നിന്ന് എടുത്തുനിന്ന് ചാടിയാൽ നമ്മളെ ബാക്കോടെ കുടുങ്ങാൻ ചാൻസുണ്ട്. ബാക്കിൽ ആ ടയർ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലോ, അവിടെ കുടുങ്ങാൻ ചാൻസുണ്ട്. അവിടെ വിട്ടേക്ക് പോയിക്കാണ്ട് ലോങ് കണ്ട് അന്ന് ചാടുക പ്രശ്നമായി. നമ്മൾ റിവേഴ്സ് എടുത്തുകാണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ആ വെള്ളച്ചാട്ടത്തിനടുത്ത് കാണുക. സൈഡിൽ കൂടെ ഒരു പാടത്ത് കൂടെ ഒലിച്ചു പോകുന്നൊരു ചെറിയൊരു കനലൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു നാച്ചുറൽ പീസ്ഫുള്ള് ഒരു സ്ഥലമാണ് അതൊക്കെ. സൈഡിൽ നമുക്ക് ചെറിയൊരു കോളൊക്കെ കാണാം. ഓട്ടെ ഇതാ ഒരു കറങ്ങുന്ന സാധനമുണ്ട്, ഒരു എക്സ് രൂപത്തിൽ. ഇത് നമ്മുടെ മേത്തട്ട നല്ല ചാൻസുണ്ട്. ഈ ഒരു വെള്ളച്ചാട്ടം കണ്ട കിടിലായില്ലേ. പക്ഷെ നമ്മൾ ഈ റൂട്ടിൽ കൂടെ വരുന്നത് മണ്ണായതുകൊണ്ട് നമ്മൾ മേത്ത് ഫുള്ള്, ബസ്സിൻ്റെ മേൽ ഫുള്ള് ചളിയാവും. പക്ഷേ ഈ വെള്ളത്തിൻ്റെ മേൽ കൂടെ പോയിട്ട് ചളി പോകുന്നില്ല, അത് വെറുതെ ചളി പോകുന്നില്ല. നമുക്ക് ഇതിൽ പോകുന്നത് തിരിച്ചു പോകാനാണ്. തിരിച്ചു പോയിട്ട് നമുക്കൊരു കാര്യമാണ്, നമുക്ക് ഇതിൽ കൊണ്ടാണ് വരേണ്ടത്. തിരിച്ചു പോയിട്ട് എത്താം. നമുക്കിനി തിരിച്ചു പോയിട്ട് നമുക്ക് ഇതിൽ കൂടെ തന്നെ ഇനി പോകാനുള്ളത്. പോട്ടെ ഗീരൊക്കെ കൂടി കയ്യിൽ പോയിക്കോട്ടെ. നമുക്ക് പോവാം. അടുത്ത വരുമ്പോഴത്തേന് നമുക്ക് പോവാം, അല്ലെങ്കിൽ അടുത്തേക്ക് കൊടുക്കും.
ഇത് ഭയങ്കര ഒരു സീനാണ്. ഇത് നോക്കി പോരെ നിങ്ങൾ. നമുക്ക് നേരെ പോവാം. ഇവിടെ ഒരു 2 സൈഡിൽ വെള്ളം, അതിന് നടുവ് കൂടെ ഒരു പാലം കയറിയൊരു ഭാഗമുണ്ട്. നമുക്ക് അവിടെ കയറാം. ഇവിടെ എന്തോ ഒരു മനുഷ്യ പ്രതിമ എന്തോ പൊന്തി കളിക്കണതുണ്ട്. സംഭവം രസമുണ്ട് കാണാൻ. ലവ് ഷേപ്പായി കണ്ടൊക്കെ പൊന്തി കളിച്ച ഒന്നതാവും അങ്ങനെ ഒരു ഇതിൻ്റെ മേൽ കൂടെ പോയാൽ അപ്പുറത്തേക്ക് ചാടണം. അതിന് മേൽ കൂടെ കയറണ്ട. എന്നിട്ട് നമ്മളെ സൈഡിലേക്ക് കൊണ്ട് കണ്ട് വീണ്ടും കൊടുക്കും. ഇത് നേരെ പോവാം. അത് പൊന്തുന്ന സാധനം ഇവിടെ ഒരു അമ്പും ഉണ്ട്. ഇതൊന്ന് നോക്കിക്കോളി. ഞാൻ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ഊഹിച്ചും വേറെ ഇവിടെ കുടുങ്ങിക്കണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഗൈസ് ബൈ.